ഇന്നലെ നടന്നത് കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു എന്ന് പറയാം. വെടിക്കെട്ട് ബാറ്റിംഗുമായി സഞ്ജു സാംസൺ നിറഞ്ഞാടിയ അവസാന ബോൾ ത്രില്ലറിൽ കൊല്ലം സെയിലേഴ്സിനെ മറികടന്ന് കൊച്ചി വിജയം കണ്ടെത്തി. KCLന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ വരുന്ന പോരാട്ടത്തിൽ അവസാന പന്ത് വരെ ആവേശം നിറഞ്ഞു നിന്നിരുന്നു. ഗ്രീൻഫീൽഡിൽ ബാറ്റെടുത്ത മിക്കവരും കളം നിറഞ്ഞപ്പോൾ ആവേശം അതിൻ്റെ മൂർധന്യത്തിലെത്തി. 473 റൺസാണ് ഇരു ടീമുകളും കൂടി അടിച്ചെടുത്തത്. ഈ ഒരു മത്സരത്തിൽ നിന്ന് 26 സിക്സറും 36 ബൗണ്ടറികളുമാണ് ഉണ്ടായത്. ആദ്യ ഇന്നിംഗ്സിൽ കൊല്ലത്തിനായി വിഷ്ണു വിനോദും സച്ചിൻ ബേബിയും നടത്തിയ പ്രകടനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ സഞ്ജുവിനും ടീമിനും കഴിഞ്ഞിരുന്നു. 41 പന്തിൽ 10 കൂറ്റൻ സിക്സുകളോടെയാണ് വിഷ്ണു വിനോദ് 94 റൺസ് അടിച്ചത്. 44 പന്തിൽ 6 സിക്സറുകൾ അടിച്ച് സച്ചിൻ ബേബി 91 റൺസ് നേടി. അങ്ങനെ കൊല്ലം 237 എന്ന വിജയലക്ഷ്യമാണ് കൊച്ചിയുടെ മുന്നിലേക്ക് വെച്ചത്. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തിയാണ് തിരിച്ചടി തുടങ്ങിയത്. ആ ഓവറിൽ തന്നെ ഒരു സിക്സർ ഉൾപ്പെടെ 14 റൺസും സഞ്ജു നേടി. വെറും 14 പന്തിൽ KCLലെ വേഗതയേറിയ അർദ്ധ സെഞ്ചുറിയും സഞ്ജു അടിച്ചിരുന്നു. 6 ഓവറിൽ കൊച്ചി 100 റൺസ് കടന്നു. 42 പന്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു 19ാം ഓവറിലാണ് പുറത്താവുന്നത്. എന്നാൽ അതോടെ മത്സരത്തിലെ ആവേശം തീർന്നിരുന്നില്ല. പതറാതെ നിന്ന് കളിച്ച മുഹമ്മദ് ആഷിഖ് അവസാന പന്തിൽ ഒരു കൂറ്റൻ സിക്സറുമായി കൊച്ചിയെ വിജയത്തിലേക്ക് നയിച്ചു. അവസാന ഓവറിൽ ജയിക്കാൻ 17 റൺസ് വേണമായിരുന്നു. ആദ്യ ബോൾ ബൗണ്ടറിയും പിന്നീട് സിക്സറും നേടിയെങ്കിലും അവസാന പന്തിൽ ജയിക്കാൻ 6 റൺസ് വേണ്ടിയിരുന്നു. അപ്പോഴാണ് ലോങ് ഓണിലെ ഒരു കൂറ്റൻ സിക്സിലൂടെ മുഹമ്മദ് ആഷിഖ് കൊച്ചിക്ക് വിജയം സമ്മാനിക്കുന്നത്. ആരാണ് ആഷിഖ് മുഹമ്മദ് എന്ന് ചോദിച്ചാൽ ഒരു പേസ് ബൗളിംഗ് ഓൾറൗണ്ടറാണെന്ന് പറയാം. ഇന്നലെ ഒരു വിക്കറ്റും 18 പന്തിൽ പുറത്താകാതെ 45 റൺസും നേടി പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് അദ്ദേഹമാണ്. ഇന്നലെ മാത്രമല്ല, ആദ്യം നടന്ന 2 കളികളിലും ആഷിഖ് തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി സഞ്ജു സാംസൺ കിടിലൻ ബാറ്റിംഗ് നടത്തിയപ്പോൾ ശരിക്കും കൊച്ചിയുടെ ടൈഗറായി മാറിയ താരമായിരുന്നു മുഹമ്മദ് ആഷിഖ്. ബൗളിംഗ് ഓൾറൗണ്ടറായ ആഷിഖ് 6ാമനായാണ് ക്രീസിലെത്തിയത്. 18 പന്തിൽ പുറത്താവാതെ 5 സിക്സറുകളും 3 ബൗണ്ടറികളും നേടി 45 റൺസാണ് അടിച്ചു കൂട്ടിയത്. ആഷിഖിൻ്റെ അവസാന ഓവറിലെ പ്രകടനമില്ലായിരുന്നെങ്കിൽ സഞ്ജു സാംസന്റെ മാസ്മരിക ഇന്നിംഗ്സ് പാഴായി പോകുമായിരുന്നു. മീഡിയം പേസറായ ആഷിഖ് മത്സരത്തിൽ ഒരു വിക്കറ്റും നേടിയിരുന്നു. പേസ് ബൗളിംഗ് ഓൾറൗണ്ടർമാർക്ക് വലിയ ഡിമാൻഡുള്ള IPLൽ ആഷിഖിനെ സമീപകാലത്ത് തന്നെ കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. IPLന്റെ സ്കൗട്ടിംഗ് ടീമുകൾ പുതിയ താരങ്ങൾക്കായി KCL2 നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയുടെ ആദ്യ മത്സരങ്ങളിലും ആഷിഖ് പ്ലെയർ ഓഫ് ദി മാച്ചായിരുന്നു. ആലപ്പി റിപ്പിൾസിനെതിരെ 3 ഓവറിൽ 17 റൺസിന് 4 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. അതിൽ 3 വിക്കറ്റുകളും ഓരോ ഓവറിലായിരുന്നു. ട്രിവാൻഡ്രത്തിനെതിരെ 3 ഓവറിൽ 14 റൺസിന് 3 വിക്കറ്റ് നേടിയാണ് ആഷിഖ് കളിയിലെ താരമായത്. വിഘ്നേഷ് പുത്തൂറായിരുന്നു കഴിഞ്ഞ സീസണിൽ IPLൽ ശ്രദ്ധ നേടിയ മലയാളി താരം. സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുഹമ്മദ് ആഷിഖ് തീർച്ചയായും IPLലേക്ക് ഒരു വാഗ്ദാനമാണ്. സഞ്ജുവിൻ്റെ ഗംഭീര പ്രകടനത്തിൽ പല മാധ്യമങ്ങളും മുഹമ്മദ് ആഷിഖിനെ മറന്നു പോകുന്നുണ്ട്. എന്നാൽ KCL സംഘാടകർക്ക് തെറ്റിയില്ല. മാൻ ഓഫ് ദി മാച്ചായി ആഷിഖിനെ തിരഞ്ഞെടുക്കാൻ അവർക്കൊട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഗ്രീൻഫീൽഡിൽ നിറഞ്ഞ ആൾക്കൂട്ടവും വിളിച്ചു പറഞ്ഞ പേര് ആഷിഖിൻ്റെ തന്നെയായിരുന്നു.